1550 റേഞ്ചിലെ കോട്ട തെപ്ചിയിലെ എംബ്രോയിഡറി ആയിട്ടുള്ള സൽവാർ സെറ്റാണ് നമ്മൾ കാണുന്നത്. നമുക്ക് ബേസ് കളർ ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത്. അതിൻ്റെ 4 ഡിഫറെൻറ്റ് എംബ്രോയിഡറി പാറ്റേൺ ആണ് ഇതിൽ ചെയ്തേക്കുന്നത്. ഫസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ലാവൻഡർ ഷെയ്ഡും വൈൻ കളറും കൂടിയാണ് വരുന്നത്. എന്നിട്ട് ഒരു ബോക്സ് പാറ്റേണിൽ സൈഡിലൊരു എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. ബോട്ടം നമുക്ക് ഡാർക്ക് വൈൻ ടോണിൽ ബോട്ടം. ദുപ്പട്ട വരുമ്പോഴത്തേക്ക് കോട്ട ഫാബ്രിക്കിൽ തന്നെ എംബ്രോയിഡറി ചെയ്ത് വരും. നെക്സ്റ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് റെഡും പീച്ച് കളറിലുമാണ് വരുന്നത്. അടുത്തത് ഒരു ബ്രൗണും പീച്ച് ടോണുമാണ് വന്നേക്കുന്നത്, ഡാർക്ക് പീച്ച് കളർ. ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് ഗ്രേയുടെ തന്നെ 2 കളറും ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ 4ൻ്റെയും കളക്ഷൻ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുവെക്കാം. ടോപ്പ് ഫുള്ളായിട്ട് നമുക്ക് എംബ്രോയിഡറി വരുന്നുണ്ട്. തേപ്ചി എംബ്രോയിഡറി ആണ് ടോപ്പ് ഫുള്ളായിട്ടും ചെയ്തേക്കുന്നത്. എന്നിട്ട് യോക്കിലേക്ക് വരുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ കാണിച്ച പോലെ റൗണ്ട് ഡിസൈനിലും ഒരു സ്ക്വയർ പാറ്റേണിലുമാണ് നമുക്ക് എംബ്രോയിഡറി വരുന്നത്. അത് വൈൻ ടോണും ലാവൻഡറും കൂടെ മിക്സ് ചെയ്തിട്ട് 2 കളറും മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. ഇതാണ് ടോപ്പിൻ്റെ പാറ്റേൺ വന്നേക്കുന്നത്. ദുപ്പട്ട നല്ല ഭംഗിയാണ്. കോട്ട ഫാബ്രിക്കിൽ ക്രോഷ്യ ലേസ് കൊടുത്തിട്ട് ദുപ്പട്ട ഫുള്ളായിട്ട് നമുക്കിങ്ങനെ എംബ്രോയിഡറി ആണ് ചെയ്തേക്കുന്നത്. വൈൻ കളറും ലാവൻഡറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എംബ്രോയിഡറി പാറ്റേൺ വരുന്നത്. ബോട്ടം വരുമ്പോൾ കോട്ടൺ സിൽക്കിൻ്റെ ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത്. ഇതിൽ നമുക്ക് കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത് റെഡും പീച്ച് കളറുമാണ്. 2 കളറിലുള്ള ഫ്ലവർ ഡിസൈൻ നമുക്ക് ദുപ്പട്ട ഫുള്ളായിട്ട് പോയിട്ടുണ്ട്. ടോപ്പിലും അതുപോലെ തന്നെ സെയിം ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ചെയ്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് ബ്രൗൺ ആൻഡ് ഡാർക്ക് പീച്ച് കളർ കോമ്പിനേഷനിലാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രേ ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് ഈ സൽവാർ സെറ്റ് നമുക്ക് വരുന്നത്.